ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വെള്ളിയാഴ്ച നമ്മൾ മലയാറ്റൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് കുറച്ച് ഫാമിലീസായിട്ടാട്ടോ പ്രാവശ്യം മലയാറ്റൂർക്ക് പോയി. എല്ലാ പ്രാവശ്യം നമ്മുടെ ചേട്ടന്മാർ മാത്രമാണ് പോകാറ്. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ട് പറഞ്ഞു. ഞാൻ ഇതുവരെ മലയാറ്റൂർക്ക് പോയിട്ടില്ല കേട്ടോ. എല്ലാ കൊല്ലവും നമ്മുടെ ചേട്ടൻ പോകാറുണ്ട്, വിൻചേട്ടനും കുറച്ച് കൂട്ടുകാരും പോകാറുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഞങ്ങളതിന് ഇപ്രാവശ്യം എന്തായാലും കൊണ്ടുപോകണം കേട്ടോ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആ പോരേന്ന് പറഞ്ഞു. ആദ്യമൊക്കെ നമ്മളോട് പറഞ്ഞു മലയാറ്റൂരിൽ നമുക്ക് കയറാനൊന്നും പറ്റില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ഫാമിലിയും കുറച്ച് ചേട്ടൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് നമ്മളൊരു ട്രാവലറിലാണ് കേട്ടോ പോയത്. നമ്മളിവിടുന്ന് ഒരു 11 മണി 11:30ക്കാണ് നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ളത് കേട്ടോ. എൻ്റെ വീട് വടക്കാഞ്ചേരി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മൾ അങ്കമാലി ആ ഭാഗത്തേക്കാണ് നമ്മുടെ മലയാറ്റൂർ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി നമ്മളൊരു ട്രാവലറിൽ പോയിട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ ഭയങ്കര ഭക്തിപൂർവ്വം എല്ലാവരും മലയാറ്റൂർ മുത്തപ്പൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും വെള്ളി ആയാലും എല്ലാവരും ഒരു വിധം ചെറുതായിട്ടൊക്കെ അടിച്ച് പൊളിച്ചിട്ടൊക്കെ തന്നെയാണ് പോയത്. ഫാമിലി ആയിട്ടല്ലേ നമ്മളെല്ലാവരും പോണത്. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സും കാര്യങ്ങളും എൻ്റെ കൂട്ടുകാരെയൊക്കെ നിങ്ങളെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ട് നമ്മളൊരു പോക്ക് പോയതാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമുക്ക് കഞ്ഞി കിട്ടിയിട്ടാണ്. മലയാറ്റൂർ എത്തണ ആ ഭാഗം കഴിഞ്ഞ് അങ്കമാലി കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ റോട്ടുകളിൽ കഞ്ഞി വെള്ളം അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ആദ്യം അവിടുത്തെ ഒരു പള്ളിയിലാണ് പോയത്. മലയാറ്റൂരിലെ ഇടവക പള്ളി ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ മലയാറ്റൂർക്ക്. അപ്പോൾ അതിൻ്റെ സൈഡിൽ പെരിയാറിൻ്റെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് നമ്മൾ പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചു, ഉള്ളിലൊക്കെ പോയി. നമ്മൾ ദുഃഖവെള്ളി ദിവസമായി പോയ കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ ഞാൻ പെരിയാറിൻ്റെ ഭാഗത്തേക്കൊന്നും പോയില്ല. നമ്മൾ പിന്നെ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടി നമ്മളതേ മലയാറ്റൂർക്ക് എത്തിയിട്ടുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ വിചാരിച്ചു നട്ടുച്ച നേരത്താണ് നമ്മളവിടെ എത്തിയത് കേട്ടോ. ഒരു 2 മണി 2 നേരത്തെ തന്നെ എത്തിയത്. അപ്പോൾ പോണ വഴിയൊക്കെ നമ്മൾ ബിനീഷേട്ടനൊക്കെ തോർത്തുമുണ്ടൊക്കെ തലയിൽ കെട്ടി സെറ്റപ്പായി. അപ്പം ഞാനും വിചാരിച്ചു കയറ്റം കയറണം അവിടെ വരെ നല്ല വെയിലായിരിക്കും, നല്ല ചൂടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ മലയാറ്റൂർക്ക് മല കയറാൻ പോവുകയാണ്. വഴിയെടുത്തൊക്കെ നിറയെ കച്ചവടക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി കച്ചവടക്കാരുണ്ട്. അപ്പം ഞാനൊരു കൂട് മെഴുകുതിരിയും കത്തിച്ചു. നമുക്കൊക്കെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ കയറാമല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് അങ്ങനെ തുടങ്ങി. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പോകാനൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ പതുക്കെ കയറിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കുറേ പേരെ കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ചേട്ടൻ തലയിലൊക്കെ കച്ചവടക്കാരിങ്ങനെ കുപ്പിവെള്ളം അങ്ങനെയൊക്കെ പ്രായമായിട്ടുള്ള ചച്ചന്മാരൊക്കെ ഇത് കൊണ്ടുപോകണം കാണുമ്പോൾ നമുക്ക് സങ്കടമാവും കേട്ടോ. ഞാൻ കുറേ നേരം അതൊക്കെ നോക്കി അങ്ങനെ നിന്നു. പിന്നെ ഞാനങ്ങനെ തിക്കും തിരക്ക് കൂട്ടിയിട്ട് അങ്ങോട്ട് കയറിയില്ല കേട്ടോ. ഞാൻ പതുക്കെ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഒരുവിധം പേരോട് ഞാൻ പൊക്കോ, എനിക്ക് പതുക്കെ പോകുന്നത്. എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ നല്ല ജലദോഷവും പനിയുണ്ട്. മലയാറ്റൂർക്ക് പോണ കാരണം മാത്രം ഞാൻ ഡോക്ടറിനെ ഒന്ന് കണ്ട് സെറ്റപ്പായിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ കുറേ പേരിങ്ങനെ കുരിശില്ലേ, വലിയ കുരിശും കയറ്റിയിട്ടാണ് പോണത്. അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ലേ, കാരണം വയ്യാണ്ടായി. 14 സ്ഥലം ഉണ്ടല്ലോ. 1-ാം സ്ഥലമാണ് കുറച്ച് പാട് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് 2-ാം സ്ഥലം 3-ാം സ്ഥലം അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്ത് നമ്മളതേ മലമുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി എല്ലാവരും, ഞാനും വിൻഷേട്ടനായിട്ടായിട്ട് ലാസ്റ്റ് എത്തിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമ്മുടെ പള്ളിയകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം എല്ലാവരെയും കാത്ത് അവിടെ ഇരുന്നു. അപ്പോൾ ആ പള്ളി അകത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മളത് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയ മാർത്തോമ്മ മണ്ഡപം ഉണ്ട്. അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് നേർച്ച ഉണ്ടായിരുന്നു, അതെടുത്തു. നേർച്ച പറഞ്ഞ അരിമണി, മുതിര, കുരുമുളക് അങ്ങനെയൊക്കെ ഇട്ടുള്ളൊരു സംഭവം. പിന്നെ നമ്മുടെ ആന കുത്തിയ പള്ളി അതും ഉണ്ട്. ആന കുത്തിയ പള്ളി എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഭയങ്കരമായിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് സെറ്റപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. മാർത്തോമാസ് ലീഗയുടെ ഒരു കാൽപാദമാണ് കേട്ടോ അവിടെ കാണാനുള്ളത്. അതാണ് ഇങ്ങനെ വൈറ്റ് ഇതുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല കാഴ്ചകളാട്ടോ അവിടെ നിന്ന് കാണാൻ പറ്റിയ. കുറേ പേര് അവിടെ കയറി ചെന്നിട്ട് അവിടെ കുറേ നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോരുക കേട്ടോ. നമ്മളിത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നങ്ങോട്ട് താഴെ ഇറങ്ങിയിട്ട് ഒരു അത്ഭുത കിണറുണ്ട് കേട്ടോ. മാസ്ലീഗ അവിടെ ചെന്നപ്പോൾ ദാഹിച്ചപ്പോൾ ഒരു പാറയും അങ്ങനെ കുത്തി വെള്ളം വന്ന കുറേ ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ ഇതിന്. അവിടെ ഈ വെള്ളം നമ്മൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് കുറേ പേര് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ആൾക്കാരൊക്കെ ചെന്ന് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഇട്ടിട്ട് വെള്ളം ഭയങ്കര വൃത്തികേടായിട്ട് ഇടയ്ക്ക് തോന്നിയത്. കുറേ പേര് ഇപ്പോഴും അതിന് രോഗശാന്തി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ പൊന്നിൻ കുരിശ് കണ്ടു. അവിടെ ഒന്ന് തൊട്ട് നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കയറി പോകുമ്പോൾ പതുക്കെ പോയാലും തിരിച്ചിറങ്ങുമ്പോൾ എന്താ പറയുക, ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു കേട്ടോ. മരത്തിൻ്റെ മുകളിലൊക്കെ കണ്ടു. പിന്നെ കുറേ പേർക്ക് വയ്യാണ്ടായിട്ടും സ്ട്രെക്ചറിലും ഇതിലൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടു കേട്ടോ. പ്രായമായ അമ്മമാർക്കൊക്കെ
വിചാരിച്ചിട്ട് ചിലപ്പോൾ മുകളിലേക്ക് എത്താൻ പറ്റില്ല. ശ്വാസം മുട്ടൊക്കെ വരുമ്പോഴേ പെട്ടെന്ന് വയ്യാണ്ടായിട്ട് അങ്ങനെ കുറേ അമ്മമാരെയൊക്കെ കൊണ്ടുപോകണം നമ്മൾ കണ്ടു കേട്ടോ. നമ്മളിപ്പോൾ അതൊക്കെ റിലാക്സ് ചെയ്തിട്ടാട്ടോ കയറിയത്, സമാധാനപരമായിട്ടാണ് കയറിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളതേ താഴത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. എത്തി പിന്നെ നമ്മൾ അവിടെ നിന്ന് കാലൊക്കെ കഴുകി പിന്നെ വേഗം തന്നെ അവിടെ നമ്മൾ തിരിച്ചു വിട്ടോ. നമ്മൾ ഒരു 10 മണി അത്രയും നമ്മൾക്ക് എത്തി. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു നമ്മുടെ മലയാറ്റൂർ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.